ഹലോ പ്രിമിസ്. അങ്ങനെ IPLൻ്റെ ഹാഫ് സ്റ്റേജ് ഏകദേശം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്ലേ ഓഫിലെത്തും എന്നൊരു ടീമും ഇതുവരെ ഉറപ്പൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പ്ലേ ഓഫിന് പുറത്തു പോകുന്ന ചില ടീമുകളൊക്കെ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തോളാന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസ്, ലക്നൗ സൂപ്പർ ജയൻസ്, KKR ഇപ്പോൾ നല്ല മത്സരത്തെ ജയിച്ചുകൂടി അവർ ഒന്നുകൂടി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഈ മുംബൈ ലക്നൗ ടീമുകളുടെ കാര്യങ്ങൾ കുറച്ച് കഷ്ടത്തിലാണ്. അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധിക്കുകയുള്ളൂ. ക്രിക്കറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ഓപ്ഷനിൽ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേയേഴ്സിനെ ടീമുടമകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരുടെ ഈ സീസണിൽ ഇതുവരെയുള്ളൊരു പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടർന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ കാമറൂൺ ഗ്രീനിലേക്ക് വരാം. കാമറൂൺ ഗ്രീനെ 25.2 കോടി രൂപയ്ക്കാണ് KKR സ്വന്തം ടീമിലെത്തിച്ചത്. നല്ലൊരു 2 കോടിയുടെ 1 കോടിയുടെ പെർഫോമൻസ് പോലും കാമറൂൺ ഗ്രീൻ ഇതുവരെ കൊൽക്കത്തയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും മോശം പിക്സ് KKRൻ്റെ വകയായിരുന്നു എന്ന് പറയും. നമുക്കറിയാം, മുമ്പ് 2024 സീസണിൽ 24.75 കോടിക്ക് മിച്ചർ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയ ഒരു അബദ്ധം അന്ന് KKR കാണിച്ചതാണ്. അന്ന് അവസാനമാകുമ്പോഴേക്കും മിച്ചർ സ്റ്റാർക്ക് പെർഫോം ആയെങ്കിലും ഈ സീസണിൽ അവസാനമാകുമ്പോഴേക്കും കാമറൂൺ ഗ്രീൻ ഫോം ആകുന്നത് ഒരുപക്ഷെ പ്ലേ ഓഫിലെത്തുമെന്ന് തന്നെ സാധ്യത കുറവാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കാമറൂൺ ഗ്രീൻ്റെ ഈ സീസണിലൊരു പെർഫോമൻസ് നോക്കിയാണെന്ന് വെച്ചാൽ ഇതുവരെ 9 മത്സരങ്ങളിൽ നിന്നായിട്ട് 199 റൺസ് അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളൂ. ഹയസ്റ്റ് സ്കോർ വരുന്നത് അന്ന് ഗുജറാത്തിനെതിരെ നേടിയ 79 റൺസ്. ബാറ്റിംഗ് ആവറേജ് 28.43. സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 151 മുകളിൽ മാത്രം. ബൗണ്ടറീസായി നേടിയത് ആകെ 16 4ഉം 10 6ഉം. ഓക്കെ, ബാറ്റിങ്ങിൽ ഇങ്ങനെയാണ് കാര്യങ്ങളും ബോളിങ്ങിലും കുറച്ച് ഭേദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും തെറ്റി. വെറും 3 വിക്കറ്റ് മാത്രമായിരുന്നു ഇതുവരെ കാമറൂൺ ഗ്രീനിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി നേടാൻ സാധിച്ചത്. അപ്പോൾ ഇനിയുള്ള മത്സരമെങ്കിലും പുള്ളിക്ക് ആ വാങ്ങിയ കാശിനോടുള്ളൊരു നന്ദി കാണിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനിയിപ്പോൾ ഒരു 5 മത്സരം കണ്ടുള്ളൂ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ആ ഒരു മത്സരങ്ങളിൽ ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിൽ എത്താനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ കാമറൂൺ ഗ്രീൻ തൻ്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കും. അടുത്തത് KKRന് പറ്റിയ മറ്റൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. മിസ്റ്റേക്ക് ഒന്നും പറയില്ല, ബേബി മലിംഗ എന്നറിയപ്പെടുന്ന ശ്രീലങ്കൻ ബേസറായ മദീഷ പദ്രാണനെ 18 കോടിക്ക് വിളിച്ചെടുത്തിയ ആ ഒരു മിസ്റ്റേക്ക്. കാരണം 18 കോടിക്ക് വിളിച്ചെടുക്കാൻ മാത്രം ഒന്നും ഇല്ല. അത്രയ്ക്ക് ഒരു വലിയ ബോളറൊന്നും അല്ലല്ലോ മദീഷ പദ്രാണ. കുഴപ്പമില്ല, ശ്രീലങ്കയിൽ നല്ല ബോളിംഗ്, എസ്പെഷ്യലി ഡെത്ത് ഓവറിലൊക്കെ അത്യാവശ്യം നന്നായി ബോൾ ചെയ്യുന്ന ഒരു ബോളർ തന്നെയാണ് മദീഷ പദ്രാന. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വേൾഡ് കപ്പിൽ ആ ഒരു പരിക്കും കാര്യങ്ങളും കൊണ്ട് മദീഷ പദ്രാനയ്ക്ക് KKR ടീമിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അടുത്തതായി ചെന്നൈ സൂപ്പർ കിങ്സ് 14.2 കോടി രൂപയ്ക്ക് വിളിച്ചെടുത്ത ഫസ്റ്റ് ക്ലാസ് പ്ലെയറായ കാർത്തിക് ശർമ്മയുടെ പ്രകടനത്തെക്കുറിച്ചാണ്. കാർത്തിക് ശർമ്മ ഒരു 30 ലക്ഷമാണ് ബേസ് പ്രൈസ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു 14.2 കോടിയിലെത്തിച്ച് ആ ഒരു എമൗണ്ടിനാണ് കാർത്തിക് ശർമ്മയെ ചെന്നൈ ടീമിലെത്തിച്ചത്. എന്നാൽ അതിനൊത്തൊരു പ്രകടനം പുള്ളി കാഴ്ചവെച്ചത്. വെറും 6 ഇന്നിങ്സിൽ നിന്നായി 112 റൺസാണ് കാർത്തിക് ശർമ്മ CSKയ്ക്ക് വേണ്ടി ഇതുവരെ നേടിയത്. ഈ കഴിഞ്ഞ അവസാനം നടന്ന മുംബൈക്കെതിരായുള്ള മത്സരത്തിലാണ് ഒരു ഇന്നിങ്സ് കാർത്തിക് ശർമ്മയുടെ ഭാഗത്തുനിന്ന് കണ്ടത്. 54 റൺസ് എടുക്കുകയും ചെന്നൈയുടെ വിജയത്തിൽ നിർണായക പങ്കുവയ്ക്കാനും കാർത്തിക് ശർമ്മയ്ക്ക് സാധിച്ചു. സ്ട്രൈക്ക് റേറ്റ് 125ആണ്. 7 4ഉം 7 6ഉം ഇതുവരെ അദ്ദേഹം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് പ്രൈസിനുള്ളൊരു പ്രകടനം മാത്രമേ ഇതുവരെ കാർത്തിക് ശർമ്മേനെ ഒന്നും കണ്ടിട്ടുള്ളൂ. അടുത്തായി CSK തന്നെ മറ്റൊരു ഫസ്റ്റ് ക്ലാസ് പ്ലെയറേയും കൂടി ഈ ഒരു എമൗണ്ട്, അതായത് 14.2 കോടി രൂപയ്ക്ക് തന്നെ ടീമിലെത്തിച്ച പ്രശാന്ത് വീടിനെ കുറിച്ചാണ്. പ്രശാന്ത് വീട് ആകെ ഇതുവരെ 3 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ആ 3 മത്സരങ്ങൾ കൂടി നേടിയത് 49 റൺസാണ്. അതിൽ 43 റൺസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് നേടിയ, അതാണ് പുള്ളിയുടെ ഹൈയസ്റ്റ് സ്കോർ. ഓൾറൗണ്ടറാണ്, ഇതുവരെ വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. അധികം ഓവേഴ്സും പുള്ളിക്ക് കൊടുത്തിട്ടില്ല. ആകെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 7 4ഉം 1 6ഉം. അപ്പോൾ 14.2 കോടിയുടെ പെർഫോമൻസ് ഇതാണ്. വെറും 49 റൺസ് 3 മത്സരങ്ങളിൽ നിന്ന്. അടുത്തതായിട്ട് ഒരു പ്ലെയർ പറയാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ ലിയാം ന്യൂസ്റ്റനെ കുറിച്ചാണ്. ഈ ഓപ്ഷനിലെ ഏറ്റവും വേഴ്സ്റ്റ് പിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹെൻറിക് ക്ലാസൻ, ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ എന്നീ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാർ ഉള്ള ടോപ്പ് ഓർഡറിലേക്ക് ലിവിങ്സ്റ്റോണിനെ കൂടി ആഡ് ചെയ്യേണ്ട, അതായത് 13 കോടി രൂപയ്ക്ക് ഇത്രയും എമൗണ്ട് കൊടുത്ത് ആഡ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി.
വെറും 2 മത്സരങ്ങളിൽ മാത്രം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തിട്ടുള്ളൂ. 15 റൺസാണ് 2 മത്സരങ്ങളിൽ കൂടി ലിവിങ്സ്റ്റോണിൻ്റെ സമ്പാദ്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, ബാറ്റിംഗ് നോളജ് ഒന്നും ഇല്ലല്ലോ. 15 റൺസ് മാത്രമേ പുള്ളി ഇതുവരെ നേരിട്ടുള്ളൂ. അടുത്തൊരു പ്ലെയർ എന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിളിച്ചെടുത്ത മുസ്തഫിസുർ റഹ്മാനെ വിളിച്ചാണ്. മുസ്തഫിസുർ റഹ്മാനെ 9.2 കോടി രൂപയ്ക്കാണ് കൊൽക്കത്ത അവരുടെ ടീമിലെത്തിച്ചെങ്കിലും കുറച്ച് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ കൊണ്ടും സാഹചര്യം കൊണ്ടും മുസ്തഫിസുറിനെ IPL കളിക്കാൻ അനുവദിച്ചില്ല എന്നാണ് പറയാം. അങ്ങനെ മുസ്തഫിസുറിന് KKRൻ്റെ ഈ സീസണിൽ കളിക്കാൻ സാധിച്ചില്ല. 9.2 കോടി വിളിച്ച താരവും ഔട്ട്. KKR ഈ സീസണിൽ വിളിച്ചെടുത്ത 3 താരങ്ങളിൽ 2 താരങ്ങൾ കളിക്കാൻ സാധിച്ചില്ല. ഒരു പ്ലെയറാണെന്ന് വെച്ചാൽ ഫോം കിട്ടും. അടുത്തതായി ലക്നൗ സൂപ്പർ ജയൻസ് നോക്കിയ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറായ ജോഷ് ഇംഗ്ലീസിനെ കുറിച്ചാണ്. ലക്നൗ സൂപ്പർ ജയൻസ് ഈ ഓപ്ഷനിൽ ആകെ ഒരു എക്സ്പെൻസീവ് പ്ലെയർസ് നോക്കിയത് ഈ പുള്ളിനെയാണ്, ജോഷ് ഇംഗ്ലീസിനെ. പുള്ളിയാണ് ഈ സീസൺ പകുതി തൊട്ട് ആ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത്. ഇനിയിപ്പോൾ കളിക്കാൻ അവസരം കിട്ടുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കളിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. വെറും 2 മത്സരങ്ങൾ മാത്രമാണ് ലക്നൗ സൂപ്പർ ജയൻസിന് ഇതുവരെ ജയിക്കാൻ സാധിച്ചത്. 8.6 കോടി രൂപയ്ക്കാണ് ജോഷ് ഇംഗ്ലീസിനെ ലക്നൗ സൂപ്പർ ജയൻസ് തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചത്. നെക്സ്റ്റ് ഒരു ജാർഖണ്ഡ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പ്ലെയറെ കുറിച്ചാണ് അക്യൂബ് ദാർ. അക്യൂബ് ദാറിനെ 8.4 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ ക്യാമ്പിൽ എത്തിച്ചത്. പക്ഷേ വളരെ വേസ്റ്റ് പിക്കായി പോയി. കാരണം ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു പ്രകടനം കണ്ടെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം. അതായത് ഇതുവരെ ആകെ 3 മത്സരങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ. ഫാസ്റ്റ് ബോളറാണ്, പേസ് ബോളറാണ്. പക്ഷേ 3 മത്സരങ്ങളിൽ നല്ല അടി കിട്ടി. കാരണം കഴിഞ്ഞ ഒരു മത്സരം പഞ്ചാബ് കിങ്സിനോടൊപ്പം കളിച്ച് വെറും 2 ഓവറിൽ കിട്ടിയത് 41 റൺസാണ് അക്യൂബ് ദാറിന്. ജമ്മു കാശ്മീർ ടീമിലാണ് കളിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ IPL വളരെ 8.4 കോടി പോയിട്ട് ഒരു 4 രൂപയുടെ ഒരു പെർഫോമൻസ് പോലും അക്യൂബ് ദാർ ഈ സീസണിൽ ഇതുവരെ കാഴ്ചവെച്ചില്ല. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു തിരിച്ചടി തന്നെയായിരുന്നു. ഇനി അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് രവി ബിഷ്ണോയെ കുറിച്ചാണ്. രാജസ്ഥാൻ റോയൽസ് 7.2 കോടി രൂപയ്ക്ക് ടീമിൽ എത്തിച്ച രവി ബിഷ്ണോയ് തുടക്കത്തിൽ അത്യാവശ്യം നല്ല ബോളിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി പറയാൻ വെച്ചാൽ ഗുജറാത്തിനെതിരെ നേടിയ ഒരു 4 വിക്കറ്റ് പ്രകടനം, 4 ഓവറിൽ 41 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞെങ്കിൽ ഒരു 4 വിക്കറ്റ് പെർഫോമൻസ് രവി ബിഷ്ണോയുടെ ഒരു നമ്മൾ കണ്ടതാണ്. പിന്നെ അങ്ങോട്ട് അവസാനമാകുമ്പോഴേക്കും നല്ല അടികിട്ടി തുടങ്ങി. അതായത് ഇതുവരെ 9 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റാണ് രവി ബിഷ്ണോയ് ഇതുവരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിയത്. എക്കണോമി റേറ്റ് 10 താഴെയാണെങ്കിലും റീസെൻറ്റ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല തല്ല് വാങ്ങി കൂട്ടിയിട്ടുണ്ട് രവി ബിഷ്ണോയ്. അടുത്തതായി ഗുജറാത്ത് ടൈറ്റൻസ് 7 കോടിക്ക് സ്വന്തമാക്കിയ ജെയ്സൺ ഹോൾഡറിനെ കുറിച്ചാണ്. ഓൾറൗണ്ടർ, വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായ ജെയ്സൺ ഹോൾഡർ. അതായത് സീസൺ പകുതി തൊട്ടാണ് ജെയ്സൺ ഹോൾഡർ IPL വരുന്നത്. ആദ്യ മത്സരമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടാണ് ആദ്യ മത്സരം കളിക്കുന്നത്. ആ മത്സരത്തിൽ തോറ്റെങ്കിലും പിന്നീടുള്ള 3 മത്സരങ്ങളും ഗുജറാത്ത് ജയിക്കാനുള്ള ഒരു പ്രധാന കാരണം ജെയ്സൺ ഹോൾഡറിൻ്റെ ഈ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ്. ഫീൽഡിങ്ങിലായാലും ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലും അത്യാവശ്യം ഒരു പെർഫോമൻസ് ജെയ്സൺ ഹോൾഡറിന് ഗുജറാത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ സാധിച്ചു. 4 മാച്ചിൽ നിന്ന് 7 വിക്കറ്റുകൾ ഇതുവരെ തന്നെ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. അതിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇന്നലത്തെ മത്സരം, അതായത് റീസെൻ്റ്ലി കഴിഞ്ഞ മത്സരമായ പഞ്ചാബ് കിങ്സിനെതിരെ 24 റൺസ് മാത്രം ഇട്ടുകൊടുത്ത് 4 വിക്കറ്റ് നേടിയ ഒരു പ്രകടനം. അങ്ങനെ ഈ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ബൈയിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പിക്കായി തോന്നിയത് ഈ ഒരു ബിഡ് തന്നെയാണ്. ജെയ്സൺ ഹോൾഡറിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി 7 കോടിക്ക് സ്വന്തമാക്കിയതിൽ ആ ഒരു പെർഫോമൻസ് ആ ഇതിനു വേണ്ടി ജെയ്സൺ ഹോൾഡർ നടത്തുന്നുണ്ട്. അടുത്തതായി നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മുൻതാരമായ വെങ്കടേഷ് അയ്യറിനെ കുറിച്ചാണ്. വെങ്കിയെ RCB 7 കോടി രൂപയ്ക്കാണ് തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചത്. 2 മാച്ച് പുള്ളിക്ക് കളിക്കാനുള്ളൊരു ചാൻസ് കൊടുത്തത്. അതും ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് വെങ്കടേഷ് അയ്യറിനെ ഈ സീസണിൽ കളിപ്പിച്ചത്. ആ കൂടി 41 റൺസ് മാത്രമേ വെങ്കടേഷ് അയ്യറിന് ഇതുവരെ നേടാനുള്ള. അതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 29 റൺസ് രാജസ്ഥാൻ റോയൽസിനെതിരെ. ആ ഒരു മത്സരം പിന്നെ അവസാനം കളിച്ച, അതായത് ഇവൻ ഇമ്പാക്ട് പ്ലെയറായി വന്ന മത്സരങ്ങളൊക്കെ തോറ്റുണ്ട്. കാരണം ഇമ്പാക്ട് പ്ലെയറായി വന്നതുകൊണ്ട് ആ ബാറ്റിങ് തകരുമ്പോഴാണ് ഇവനെ ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കിയ 2 മത്സരങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബിഡ് കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും വരുന്നത്. കാരണം 7 കോടി രൂപയ്ക്ക് കുഴപ്പമില്ല. RCBക്ക് ബാറ്റിങ്ങിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബാറ്റിംഗ് ലൈനപ്പുള്ള ഒരു ടീമാണ്. പിന്നെയും ഇത്രയും ഒരു തകർച്ച വരുമ്പോൾ മാത്രം ഒരു ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കാമെന്നുള്ളൂ വെങ്കടേശ്വരനെ. അപ്പോൾ നമ്മൾ ഏകദേശം 10-11 കളിക്കാരോളം നമ്മൾ പറഞ്ഞു മോസ്റ്റ് എക്സ്പെൻസീവ് ബൈസ് ഈ സീസണിൽ. അതിൽ നമുക്കറിയാം ആ ഒരു പ്ലെയർ മാത്രം ആ ഒരു വാങ്ങിയ കാശിനോടുള്ള ഒരു കൂറ് കാണിച്ചത് ജെയ്സൺ ഹോൾഡറാണ്. ബാക്കിയുള്ള പ്ലെയേഴ്സ് ഇനിയിപ്പോൾ മത്സരങ്ങൾ ഏകദേശം കഴിയണുള്ളൂ. ഇനിയും മത്സരങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയേഴ്സ് ഇപ്പോൾ കാർത്തിക് ശർമ്മ കഴിഞ്ഞ കളി കളിച്ച് അത്യാവശ്യം ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ക്യാമറ ഗ്രീനും ഫോമാണുള്ളൊരു ചാൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സും ആ ഒരു പെർഫോമൻസിലേക്ക് കിടക്കാം
ഞാൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അനാലിസിസ് നടത്തിയെന്നുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇത്രയും പ്ലേയേഴ്സിന് ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ടും ഒരു തരിയൊരു പെർഫോമൻസ് പോലും എത്ര പേര് അൺസോൾഡായി പോയി. അതിൽ എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല കുറേ പ്ലേയേഴ്സ് അൺസോൾഡായി പോയിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനില്ല. അപ്പോൾ അത്രയും പ്ലേയേഴ്സിനെ അൺസോൾഡാക്കി ഇതുപോലുള്ള കളിക്കാരെ എത്ര വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.